ആന്റി അങ്കളെ ആ കൺമണി മോളെന്ന് വന്ന്? ഞാൻ ഇന്നലെ വന്ന അങ്കളെ. അതെയാ മണി? ഓ കുറച്ച് ക്ഷീണിച്ചല്ലേ? ചെറുതായിട്ട്. അല്ല നമ്മുടെ കാത്തു അങ്ങോട്ട് കലിന്നുള്ളി ഇറങ്ങി വരണുണ്ടല്ലോ, കണ്ടോ? ഏതോ കണ്ട് അവക്കിപ്പം എന്നെക്കാൾ കൂടുതൽ പിങ്കിയോടല്ലേ സ്നേഹം. ഇതാണ് മോളെ ആത്തുവാ. പിങ്കി എന്തിനാ എന്റെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മൊബൈൽ കുത്തി ഞാൻ മടുത്തറി. ഇതാവുമ്പോ ഒരു ചേഞ്ച് ആയല്ലോ. എന്റെ ചേഞ്ച് കുറച്ച് കൂടുന്നുണ്ട്. അല്ല, നിന്റെ മൊബൈൽ എടുത്തപ്പോ നിനക്ക് എന്തൊരു ടെൻഷൻ? എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കെന്ത്? ഇത് എന്റെ ഫോണാണ്. ഞാൻ നിന്നെ പോലെ 18 തികയാത്ത ഒരു കാപ്പിരിയല്ല. ഞാൻ വന പോലെ വളർന്ന ഒരു യുവതിയാണ്. പിന്നെ ഒരു യുവതി വന്നേക്കണ്, വേറെ അടുത്തും ഇല്ലെങ്കിൽ കൊള്ളാം. ആര് വന്നേക്കണ നോക്ക്. ആര്? ഞാനാ. ആ, ഞാൻ വിചാരിച്ച ഇവിടെ ഒരു പോക്കങ്ങ് പോയെന്ന്. വരേണ്ട വന്നു. ഓരോ ബന്ധങ്ങൾ മുറിക്കുമ്പോൾ അതിന്റെതായ രീതിയിൽ മുറിക്കണം. എന്തോന്ന് മുറിക്കണ കാര്യം പറയണ? ഈ ബോൺസായി മരം. ചേച്ചി ഒന്നും മിണ്ടാതിരി. ചുമ്മാ അടുത്ത് വാചടിക്കാതെ എന്തിനു വലിഞ്ഞേറി വന്നേന്ന് പറ. പിങ്കി, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? ഈ മര്യാദ വേണ്ട ആന്റി. എനിക്ക് ഞാൻ പിടിച്ചതിന് ഉണക്ക സാധനം, നീ മേടിച്ചത് ഉണക്ക സാധനങ്ങൾ. ആന്റി എന്താ സംഭവം അറിയാമോ? ഇവിടെ വീട്ടിൽ വന്നിട്ട് പറയാ പിങ്കി ചേച്ചിക്ക് എന്റെ അടുത്ത് പഴയ പോലെ സ്നേഹമൊന്നുമില്ല, ചീത്ത കൂട്ടിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് സംസാരിക്കാത്തതെന്ന്. ഓ അതായിരുന്നല്ലേ കാര്യം. അത് നമുക്ക് ശരിയാക്കാം. അല്ല കൊച്ചു പറഞ്ഞതിലെ കാര്യമുണ്ട്. ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകാരനെ ഇവിടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഈ കൂട്ടുകാരികൾ കൊള്ളൂല എന്ന് അവളെ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞുള്ളൂ. ഇത് മിക്കവാറും സീൻ കോൺട്രാവണ കേസാണത്. ആര് കോൺട്രാക്റ്റാല് എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ചേച്ചിട്ട് ഒരു കമ്പനിയും ഇല്ല. അയ്യോ, കമ്പനി ആ കൂടെ ഒരു പൊടിക്കുപ്പീര് അത്രയല്ലേ ലോടി. ചുമ്മാ നച്ചില് ചിലക്കും പോലെ ചിലക്കാതെ പിന്നെ പറയണാൾക്ക് ആരോടി പോക്കും ഉണ്ടല്ലോ. പോലുണ്ട് പോവും. ചേച്ചിക്ക് പറ്റിയ പേര് മറുത്തവള. മറുത്തവള നിന്റെ ചേച്ചി. അല്ലല്ല, നിന്റെ ചേട്ടൻ. പിങ്കി, നീ അടി മേടിക്കും കേട്ടോ. നിന്റെ വാങ്ങിച്ച സകല സ്ഥലം എനിക്ക് തന്നിട്ടുണ്ട് അങ്കിൾ. ആന്റി ഞാൻ പോണു. അങ്ങനെ അങ്ങ് പോയാ അങ്ങനെ. പെണ്ണായ അന്തസ് വേണോടി, അന്തസ്. നീ എന്തോരം എന്റെ കാശിന് മേടിച്ച് തിന്നിട്ടുണ്ടടി. ഇന്നലെയും കൂടെ നിനക്കേ ആ കപ്പലിന്റെ മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നുള്ളി പറക്കില്ലടി കാശ് തന്നത്. കണക്ക് പറയുമ്പോ സൂക്ഷിച്ച് പറയണം. ഈ ഇടയ്ക്കല്ലേ നമ്മള് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്? എന്റെ കുടുക്ക പൊട്ടിച്ച് 250 രൂപ വാങ്ങിച്ചിട്ട് നമ്മള് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്. ബിരിയാണി നീ കഴിച്ചല്ല? ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. എങ്ങനെ അറിയാനാണ്? ആരും അറിയണ്ടെന്ന് പറഞ്ഞ് മാവിന്റെ മൂടിയിരുന്നാലേ കഴിച്ചത് നമ്മള്. കള്ളിയാണ് കേട്ടോ. ഓ ആന്റിയെങ്കിലും സമ്മതിച്ചല്ല കള്ളിയാണെന്ന്. അങ്കിൾ ആന്റി ഞാൻ പോവാണേ. അവള് സ്കോർ ചെയ്തിട്ടാണ് പോണത്. കൊള്ളാം. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാണിച്ചു കൂട്ടണ നോക്ക്. നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞാ? എന്റെ തലയിൽ